നമസ്കാരം. നിരന്തരം കേൾക്കുന്ന ദുരന്ത വാർത്തകൾ കൊണ്ട് സങ്കടകരമായിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് നമ്മുടേത്. എല്ലാ ദിവസവും നമ്മളെ തേടിയെത്തുന്നത് ദുരന്ത വാർത്തകളാണ്. ഈ ദുരന്തങ്ങളൊക്കെ കണ്ട് നമ്മുടെ കാതും കണ്ണും നശിക്കുകയാണ്. ഇന്നലെ മിഥുൻ മനു എന്ന ഒരു 13 വയസ്സുകാരൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി കൊല്ലം തേവലക്കരയിൽ ദാരുണമായി കൊല്ലപ്പെട്ടതിൻ്റെ വിശദാംശങ്ങൾ, അവൻ്റെ അമ്മുമ്മ മണിയമ്മ ചങ്കത്തടിച്ച് നിലവിളിക്കുന്ന സങ്കടകരമായ ദൃശ്യങ്ങൾ, അതൊക്കെ ആരെയാണ് വേദനിപ്പിക്കാത്തത്? ഒരു സാധാരണ സ്ത്രീയായ മണിയമ്മയുടെ കണ്ണുനീർ അത് സകല മനുഷ്യരെയും കരയിപ്പിച്ചിട്ടുണ്ട് എന്ന് തീർച്ചയാണ്. ചാനലുകൾ അത് എടുത്തെടുത്ത് കാട്ടി. ഇന്ന് മനോരമ പത്രത്തിൻ്റെ 1/2 പേജോളം മണിയമ്മ തൻ്റെ ഇളയ കൊച്ചുമകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന ദൃശ്യങ്ങളാണ്. അങ്ങനെ നമ്മളെ കരയിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ദുരന്തങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം പഴിചാരിയും അധികാരികളെ തെറിവിളിച്ചും മാത്രം നമ്മുടെ സമയം മെനക്കെടുത്തുകയല്ലേ എന്ന സംശയം എനിക്കുണ്ട്. വാസ്തവത്തിൽ അതാണോ ചെയ്യേണ്ടത്? അധികാരികളുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നത് സത്യമാണ്. സർക്കാരും സ്കൂൾ അധികാരികളുമൊക്കെ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ലോകത്തെല്ലായിടത്തുമുള്ള രീതികളല്ല നമുക്കുള്ളത്. അത് നമ്മുടെ റോഡിലേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ബോധ്യമാകും. നമ്മൾ വണ്ടി ഓടിക്കുന്നത് പോലെ, നമ്മൾ റോഡ് കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല പരിഷ്കൃത രാജ്യങ്ങളിലെ മനുഷ്യർ വാഹനം ഓടിക്കുന്നത്. ഇടയ്ക്കിടെ ബ്രിട്ടനിൽ പോയി വണ്ടി ഓടിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് വണ്ടി ഓടിക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്കതെടുത്ത് പറയാൻ കഴിയും. ഭയം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ വന്ന് വണ്ടി ഓടിക്കാൻ എടുക്കുന്ന ദിവസമുണ്ടാവും. പിറ്റേ ദിവസം ആവുമ്പോഴേക്കും അന്തരീക്ഷം മാറും. കാരണം ഇതാണ് നമ്മുടെ രീതി. ഇത്തരത്തിൽ നിയമങ്ങളൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും മറുഭാഗത്ത് എല്ലാത്തിനോടും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. സാങ്കേതികമായി നമുക്ക് ഈ പിഴവുകളൊക്കെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാട്ടാം. ഇവിടെ വലിയ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്കൂളിൻ്റെ മുകളിലൂടെ എങ്ങനെയാണ് 440 kV ലൈൻ പോയത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. KSEBിയിലെ ഉദ്യോഗസ്ഥർക്ക് അറിഞ്ഞുകൂടായിരുന്നോ അങ്ങനെ ഒരു ലൈൻ അതിലെ വലിക്കരുതെന്ന്? രണ്ടാമത്തെ ചോദ്യം, സ്കൂൾ അധികാരികൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ ഇങ്ങനെ ഒരു സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ മുകളിലൂടെ ഈ 440 kV ലൈൻ വലിക്കരുതെന്ന്? ഇതൊക്കെ പ്രസക്തമായ ചോദ്യമാണ്. അറിയാമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഈ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്ന മാതാപിതാക്കൾക്ക്, ആ സ്കൂളിൻ്റെ പരിസരത്തുള്ള നാട്ടുകാർക്ക് അറിഞ്ഞുകൂടായിരുന്നോ ഇത് നിയമവിരുദ്ധമാണെന്ന്? എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്തു. ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് CPMൻ്റേതായതുകൊണ്ട്, CPM നേതാക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന സ്കൂളായതുകൊണ്ട്, CPM സർക്കാർ ഇവിടെ ഭരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ബഹളം വയ്ക്കുന്നു. എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഇതിന് പിണറായിയെ കുറ്റം പറഞ്ഞിട്ടോ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടോ? കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ നേരെ പഴി ചൂണ്ടിയതിന് കാര്യമുണ്ട്. കാരണം ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും പൊതുജനാരോഗ്യവും ഒക്കെ അടിപൊളിയാണ്. സായിപ്പുമാർ പോലും ഇവിടേക്ക് ചികിത്സ തേടി എത്തുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനെ ചോദ്യം ചെയ്യാം. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമല്ല, ആ ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. 2 മണിക്കൂറിന് ശേഷമായിരുന്നു തെരച്ചിൽ പോലും നടന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അപകട സ്ഥലത്തിൻ്റെ ഏതാണ്ട് 5 മിനിറ്റ് ദൂരെ അന്ന് യോഗം ചേർന്നിരുന്നു. അതുപോലെയല്ല തേവലക്കരയിലെ സംഭവം. തേവലക്കരയിൽ സംഭവിച്ചത് നമ്മുടെ നാട്ടിൽ എവിടെയും സംഭവിക്കാവുന്നതാണ്. ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിനോട് ചേർന്ന് ഒരു റബ്ബർ മരത്തിലൂടെ ചേർന്ന് പോവുകയാണ് 2 ഇലക്ട്രിക് ലൈനുകളും. ആ മരത്തിലൂടെ ഷോക്ക് വരാമെന്നും ആ മരം ഏതോ നിമിഷവും ഇടിഞ്ഞു വീണ് ആ വഴിയിലേക്ക് വീഴാമെന്നും അറിയാം. ഞങ്ങൾക്ക് അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ല. എന്തിനേറെ, ഞാൻ താമസിക്കുന്നതിന് തൊട്ടു മുകളിൽ വലിയൊരു പാറ ഏതു നിമിഷവും വീഴാവുന്ന തരത്തിലിരിക്കുകയാണ്. വേണമെങ്കിൽ പൊട്ടിച്ചു മാറ്റിക്കോളാൻ ആണ് അധികാരികൾ പറയുന്നത്. ഇത്തരത്തിൽ അടിസ്ഥാനപരമായ സുരക്ഷ എല്ലാ മേഖലയിലും വിട്ടുവീഴ്ച ചെയ്ത് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. അത് നമ്മുടെ സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമായി. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. എന്നിട്ടൊരു അപകടമുണ്ടാകുമ്പോൾ നമ്മൾ തുള്ളിച്ചാടുന്നു, ബഹളം വെക്കുന്നു, പൊട്ടിക്കരയുന്നു. ആ ദുഃഖം നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. പക്ഷേ ബ്ലെയിം ഗെയിം കൊണ്ട് ആർക്കാണ് ഗുണം? അടിസ്ഥാനപരമായി നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ വിഷയങ്ങളെ സമീപിക്കുന്നതിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അത് നിയമത്തോടുള്ള നമ്മുടെ കൂറാണ്. ഒരിടത്ത് ക്യൂ നിൽക്കണമെങ്കിൽ ക്യൂ നിന്നേ മതിയാവും. വണ്ടി 2 ലൈനാണെങ്കിൽ 1 ലൈനിലൂടെ പോയാൽ മതിയാവും. വണ്ടി പാർക്ക് ചെയ്യാൻ അനുവദിച്ചെടുത്ത് പാർക്ക് ചെയ്തേ മതിയാവും. ഇത്തരത്തിൽ എല്ലാ നിയമങ്ങളും പാലിക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യമുണ്ടാവുകയും പാലിക്കാത്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്താൽ മാത്രമേ ഈ നാട് ശരിയാവൂ. എന്നാൽ ഇവിടെ സ്വാധീനമുള്ളവർക്ക്, അധികാരികൾക്ക്, പാർട്ടിക്കാർക്ക് ഒരു നിയമവും ബാധകമല്ല. അവർക്കെല്ലാ നിയമവും തെറ്റിക്കാം. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരും നിയമം ലംഘിക്കും. നിയമപാലനം ഉറപ്പാക്കേണ്ട പോലീസുകാർ നിയമം പാലിക്കാറുണ്ടോ? ഇല്ല. എത്രയോ പോലീസുകാർ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് കാണാറുണ്ട്. എത്രയോ പോലീസുകാർ ഓവർ സ്പീഡിൽ പോവാറുണ്ട്. ഏതെങ്കിലും ഒരു പോലീസ് വാഹനം കൃത്യസ്ഥലത്താണോ പാർക്ക് ചെയ്യുന്നത്? പലപ്പോഴും നിയമവിരുദ്ധമായാണ് അവർ പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ
നിയമം നടപ്പിലാക്കേണ്ടവർക്കുണ്ടാകുന്ന വീഴ്ച സ്വാഭാവികമായും മറ്റുള്ളവരിലേക്കും പകരും. ഇവിടെ മിഥുൻ്റെ മരണം അതിദയനീയമാണ്. അവൻ സ്കൂളിൽ ചെല്ലുന്നതിന് മുൻപ് കൂട്ടുകാരോടൊപ്പം കളിക്കുന്നു. കളിക്കിടയിൽ അവൻ്റെ ചെരുപ്പ് ആ ഷെഡിൻ്റെ മുകളിലേക്ക് പോകുന്നു. ആ ഷെഡ് അവിടെ എങ്ങനെയുണ്ടായി? ഒരു സൈക്കിൾ ഷെഡാണ്. ആ സൈക്കിൾ ഷെഡിന് ആരോട് അനുമതി വാങ്ങി? ഈ സൈക്കിൾ ഷെഡ് ഈ 440 kV ലൈനിന് തൊട്ട് താഴെ എങ്ങനെ സ്ഥാപിച്ചു? സ്കൂൾ അധികാരികളുടെ ഭാഗത്തെ വീഴ്ച, അത് ഇതുവരെ കണ്ടെത്താത്ത KSEBിയുടെ ഭാഗത്തെ വീഴ്ച. 1 മീറ്റർ പോലും ദൂരമുണ്ടായിരുന്നില്ല ഈ ലൈനും സ്കൂളിൻ്റെ മുകളിലെ ഷീറ്റും തമ്മിൽ. 1 മീറ്റർ പോലും ഉയരമില്ലാതെ ഷീറ്റ് കടന്നു പോകുന്ന ആ പുരപ്പുറത്തേക്കാണ് ഈ 13 വയസ്സുകാരൻ നുഴഞ്ഞു കയറുന്നത്, കേവലം ഒരു ചെരുപ്പിന് വേണ്ടി. അവൻ്റെ ചെരുപ്പിൻ്റെ വില അവനെ അറിയൂ. ആ ചെരുപ്പില്ലാതെ അവൻ വീട്ടിൽ ചെന്നാൽ അവന് കിട്ടാൻ പോകുന്ന ശാസന അവന് മനസ്സിലാക്കാൻ കഴിയും. അവൻ്റെ വീട്ടുകാർ ധനികരല്ല. അവൻ്റെ അമ്മ വീട്ടുജോലിക്കാരിയായി കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. അമ്മ സുജയ്ക്ക് ഈ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. കാരണം അമ്മ ജോലി ചെയ്യുന്ന തൊഴിലുടമ ഈ സുജയെയും കൂട്ടി തുർക്കിയിൽ ടൂറിന് പോയിരിക്കുകയാണ്. വളരെ വൈകിയാണ് വിവരം അറിയിക്കുന്നത്. തൻ്റെ പൊന്നോമന മക്കൾക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി വിദേശത്ത് പോയി വീട്ടുജോലി ചെയ്യുന്ന ആ സ്ത്രീക്ക് മകൻ അന്ത്യചുംബനം കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനോടൊപ്പം ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം, കുട്ടികളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോഴും എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോഴും കുട്ടികളുടെ മേൽ കടുത്ത നിയന്ത്രണമുണ്ട്. കുട്ടികൾ അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ അവരെ തല്ലുകയല്ല, നേരെ മറിച്ച് അവർക്കെതിരെ ശിക്ഷാ നടപടിക്ക് വകുപ്പുകളുണ്ട്. ക്ലാസ്സിന് ശേഷം അച്ചടക്കം ലംഘിക്കുന്നവരെ ഒരുമിച്ചിരുത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനമുണ്ട്. ഡിറ്റൻഷൻ അപ്പുറത്തേക്ക് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്താൽ ഐസൊലേഷനാണ്, ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരുത്തുന്ന സമ്പ്രദായമുണ്ട്. സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ്. ഒരു കുട്ടി അനാവശ്യമായി ക്ലാസ്സിൽ വൈകിച്ചെന്നാൽ, അല്ലെങ്കിൽ എത്താതെ വന്നാൽ, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയാൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പിഴ ഈടാക്കുന്ന രീതിയുണ്ട്. ഇത്തരത്തിൽ കുട്ടികളെ അച്ചടക്കത്തോടെ വളർത്തിയെടുക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും നിയമമുള്ളപ്പോൾ നമ്മുടെ നാട്ടിൽ തുറന്നു വിട്ടിരിക്കുകയല്ലേ? കുട്ടികൾ ക്ലാസ്സിൽ വന്നെങ്കിൽ കുഴപ്പമില്ല, കുട്ടികൾ ലഹരി ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, അധ്യാപകരൊന്ന് സ്നേഹപൂർവ്വം ശാസിച്ചാൽ, അധ്യാപകൻ വഴക്കുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇടപെടും, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവും. അപ്പോൾ അധ്യാപകർ എന്ത് ചെയ്യും? സ്വന്തം തടി കാക്കാൻ അവർ ഒന്നിനും ഇടപെടില്ല. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ പൊളിഞ്ഞു പോയിരിക്കുന്നു. അധ്യാപകരുടെ ശാസന ഇല്ലാതെ വരുമ്പോൾ, മാതാപിതാക്കൾ ഒന്നും അറിയാതെ വരുമ്പോൾ കുട്ടികൾ കൈവിട്ടും അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. ഇന്നത്തെ കാലത്തെ കുട്ടികളെ നിയന്ത്രിക്കുക പ്രയാസമാണ്. ഈ മിഥുൻ എന്ന് പറയുന്ന മരിച്ചുപോയ 13കാരനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയില്ല. നല്ല പയ്യനായിരുന്നിരിക്കാം, അച്ചടക്കം ഉള്ള പയ്യനായിരുന്നിരിക്കാം. അവൻ അവിടെ കളിച്ചപ്പോൾ അവൻ്റെ ചെരുപ്പ് പോയി, ചെരുപ്പിന് വിലയുള്ളതുകൊണ്ട് അവൻ അതിൽ കയറി. അപ്പോൾ അവൻ ദുരന്തത്തിൻ്റെ ഭാഗമായി. എന്നാൽ നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നമ്മുടെ സമൂഹം മാറിപ്പോകുമ്പോൾ ഇത്തരം അച്ചടക്കമൊന്നും നടപ്പിലാക്കാൻ അധ്യാപകർക്കും സ്കൂൾ മാനേജ്മെൻറ്റിനും കഴിയാതെ പോകും. ഇതൊന്നും പരിഗണിക്കാതെ, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ തിന്മകൾ മനസ്സിലാക്കാതെ, കുട്ടികളുടെ അച്ചടക്കമില്ലായ്മ മനസ്സിലാക്കാതെ, അവരെ നിയന്ത്രിക്കാൻ അധ്യാപകർക്ക് കഴിയാത്ത സാമൂഹ്യ സാഹചര്യം മനസ്സിലാക്കാതെ നമ്മൾ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് പിണറായി വിജയനെയോ പിണറായി സർക്കാരിനെയോ കുറ്റം പറയേണ്ട ഒരു വിഷയമല്ല. ഇത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രശ്നമാണ്. വഴിയെ പോകുന്നതിനെല്ലാം പിണറായിയുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് നമ്മൾ എന്ത് നേടാനാണ്? പിണറായിക്ക് പോയി സ്കൂളിൻ്റെ മുകളിലെ ലൈൻ വലിച്ചിറക്കാൻ കഴിയുമോ? കഴിയില്ല. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ്. ആ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറിന് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ഇടങ്ങളിലെയും സ്ഥിതി ഇതാണ്. ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് ശബരിമലയോട് ചേർന്ന് പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായി തുലാപ്പള്ളിക്കപ്പുറം കിശുമം എന്ന് പറയുന്നൊരു സ്കൂളുണ്ട്. ആ കിശുമം സ്കൂളിനോട് ചേർന്ന് ഒരു ഇലക്ട്രിക് ലൈൻ പോകുന്നതും അത് റബ്ബർ മരത്തിൽ തട്ടി കത്തുന്നതുമായ വിശദാംശങ്ങൾ ഇന്നലെ ഈ വാർത്ത കണ്ടിട്ട് അവിടുത്തെ പൊതുപ്രവർത്തകൻ OJ കുര്യൻ ഒഴികെ എനിക്ക് അയച്ചു തന്നു. അദ്ദേഹം എനിക്കിട്ട വോയിസും ഒപ്പം അയച്ചു തന്ന ചിത്രമാണിത്. സാറേ നമസ്കാരം, ഞാൻ OJ കുര്യൻ ഒഴികയിൽ. കിശിമം സ്കൂളിന്റെ തൊട്ടു കോണിക്കൂടെ ഒരു ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നുണ്ട്. ആ ഇലക്ട്രിക് ലൈൻ 3 പടത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, മരത്തെ തട്ടി കത്തുന്നുണ്ട്. ആ മരം വളരെ പൊക്കത്തിൽ കൂടെ പോകുന്ന ലൈനെ കറുത്ത പാട് കാണാം. ആ മരം കത്തി വീണാൽ ഈ കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് വീഴും. ഞാൻ 2 ആഴ്ച മുമ്പ് ആ സ്കൂളിൽ പോയപ്പോൾ എടുത്ത് പടവായത്. സാറിനെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പറ്റുമെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ശ്രദ്ധിപ്പിച്ച് എടുത്തൊരു വാർത്ത കൊടുക്കുന്നതല്ലാന്ന് തോന്നുന്നു. ആട്ടാട്ടെ. ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. ഈ സംഭവിക്കുന്നതിനൊക്കെ നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മളൊരു സംഭവം ഉണ്ടാകുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടൊരു കാര്യവുമില്ല. SP നായർ പറഞ്ഞത് കൂടി കേൾക്കുക. ഒരു കൊച്ചു മരിച്ചപ്പം നമ്മളതിനെ പറ്റി ഒന്നും പറയുന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യമാണ് ഷജ, ഞാൻ ഇവിടെ കണ്ണും കാതും തുറന്നു നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ പിള്ളേർ സ്കൂളിലോട്ട് പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും സ്കൂളിലും ഒക്കെ ചെന്നാണല്ലോ
സൈക്കിളിലും ഒക്കെ. ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, 2 വീലറൊക്കെ എടുത്തുകൊണ്ട് പ്രായമാകുന്നതിന് മുമ്പേ. കഴിഞ്ഞ ദിവസം സ്കൂളിൽ ജീപ്പാ ചെന്നൊരു കൊച്ചു ഓടിച്ചു, 14 വയസ്സുള്ള കൊച്ചു. അപകടകരമായ പോക്ക. അധ്യാപകർക്കൊന്നും പറയാൻ പറ്റിയില്ല. ചെരുപ്പെറിഞ്ഞ് കളിക്കുക, അങ്ങനെ ഒരു കളി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി അബദ്ധം പറ്റി അതിന്റെ മുകളിലോട്ട് വീണു. അത് ഒന്നെങ്കിൽ എന്തെങ്കിലും തോട്ടിയുണ്ടോ അല്ലെ എങ്ങനെ എടുക്കാമെന്ന് ആലോചിക്കണ്ടേ. സാഹസികമായിട്ട് അത് കയറി വലിഞ്ഞു കയറി എടുക്കാൻ പോയില്ലെന്ന് എല്ലാവരും പറഞ്ഞെന്ന് പറയും. ഈ സ്കൂളിൽ ക്ലാസ് ലീഡറില്ലേ, സാറേ ചെരുപ്പ് ഇങ്ങനെ പോയിട്ടുണ്ട് എന്നൊരു അധ്യാപകനോട് അവിടുത്തെ പിയൂറിനോട് ആരോടെങ്കിലും പറയാൻ പറ്റണ്ടേ. വലിയ ദാരുണമായ സംഭവമായിപ്പോയി. പക്ഷേ ഇനിയെങ്കിലും അധ്യാപകരുടെ എന്താ പറയുന്നത് ശിക്ഷണത്തിൽ, ശിക്ഷ എന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലുവൊന്നും അല്ലല്ലോ, ഒരു തൂണിനെയും പേടിക്കണമെന്ന് പണ്ട് അമ്മ പറയുമായിരുന്നു. എന്തേലും ഒരു ചെറിയ ഭയവും ബഹുമാനമൊക്കെ വേണം. അധ്യാപകരെ അനുസരണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കുറച്ച് അച്ചടക്കവും വേണം. കളിക്കാൻ ഡ്രില്ലിന്റെ പീരീഡുണ്ടല്ലോ, എന്നാ ചെയ്യുന്നു. അപ്പൊ അവര് മരിച്ചു. നമ്മൾ എന്നേലും പറഞ്ഞു പോയെങ്കിൽ നമ്മളെ സോഷ്യൽ മീഡിയ വലിച്ചു കീറും. ഇതിപ്പോ അധ്യാപകരുടെ കുഴപ്പമാണ്. ഓരോ വിദ്യാർത്ഥികളും എന്ത് ചെയ്യുന്നു എന്ന് ക്ലാസ് സമയം അല്ലാത്ത സമയത്ത് അവരുടെ പുറകെ നടന്ന് നോക്കാൻ അധ്യാപകർക്ക് പറ്റൂ. അവരും വരുന്നതൊക്കെ കാണുള്ളൂ. രാവിലെ വന്ന് ചെരുപ്പെറിഞ്ഞ് കളിക്കുക. ഒന്നാമത് അതൊരു ശരിയായ കാര്യമല്ല. കാരണം ഈ മഴക്കാലത്ത് എവിടെയെല്ലാം ഇട്ടുകൊണ്ട് നടന്നുകൊണ്ട് ചവിട്ടി വരുന്ന ചെരുപ്പാണ്. ആ ചെരുപ്പ് പരസ്പരം എറിഞ്ഞ് കളിക്കുക എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റിയല്ലോ. ഞാനിത് എഴുതണമെന്ന് ഓർത്തിട്ട് എഴുതിയില്ല. കാരണം നമ്മളെ അപ്പൊ തന്നെ ഇവിടെ തൂക്കും. നമുക്കും പിള്ളേരുള്ളതാ. പക്ഷേ ക്ലാസ്സിൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഇതൊക്കെ തോന്നിവാസം എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. പിള്ളേരുടെ പോക്ക് അപകടകരമാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മദ്യപിച്ച് അങ്ങോട്ട് എന്ന് വെച്ച് അധ്യാപകന്റെ തലക്കിട്ടില്ലേ കൊടുത്തെ. പിന്നെ തമിഴ്നാട്ടിലാണെന്ന് ഓർക്കാം. ഇവിടെ എന്നാ ചെയ്തേ, അമ്പലത്തോട്ടിറങ്ങി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അധ്യാപകർ ഇത്രയും പേടിച്ച്, പോലീസുകാർക്ക് പോലും ഇത്രയും പേടിയില്ല ജോലി ചെയ്യാൻ. അധ്യാപകർ പേടിച്ച ജോലി ചെയ്യുന്നു. പിന്നെ അതിനുള്ള അധ്യാപകരുള്ളൂ. നീയൊക്കെ പഠിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്ന് വിചാരിക്കുന്ന അധ്യാപകരാണ് ഈ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൽ മുക്കാലും. ചിലർ പറയും, ചിലർ പറയത്തില്ല. എന്ത് ചെയ്യാനാ. ഇതിനിപ്പം കറണ്ട് ലൈനിനെ, മാനേജ്മെന്റിനെ, കെട്ടിടം പണിതതിനെ ഒക്കെ പറയുന്നവര് ഈ ചെയ്ത പ്രവൃത്തി ശരിയാണോ എന്ന് ആലോചിക്കണ്ടേ. സംഭവിച്ചു, നഷ്ടം അവർക്കാണ്. നമ്മൾക്കിപ്പോ അതിനകത്ത് കരച്ചിൽ കണ്ടാൽ സഹിക്കത്തില്ല. അതൊക്കെ നമ്മളാണ് സഹിക്കുവോ.